ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ സമൂഹത്തിന്റെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ചില ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് ഒരു കൊച്ചു സംഭവം കൊണ്ട് ഒന്നുമല്ലാതായി മാറിയതിൻ്റെ ഒരുപാട് രംഗങ്ങൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ദീർഘമായ കാലം നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്ത MLA-മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖർ അവരുടെ പേരിലുള്ള കേവലം ഒരു ഫേക്കായ വാർത്ത കൊണ്ട് അല്ലെങ്കിൽ പാതി സത്യങ്ങൾ കൊണ്ട് തകർന്നടിയുന്നത് നമ്മൾ കാണുന്നു. ഒരൊറ്റ രാവ് കൊണ്ട് ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഒക്കെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന വ്യക്തികൾ, ആളുകളുടെ മനസ്സിൽ താരശോഭയുണ്ടായിരുന്ന ആളുകൾ അവരൊന്നുമല്ലാതാകുന്നത് നമ്മൾ കാണുന്നു. ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ ഒരുപാട് തവണ കട്ട് പറഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ സംവിധാനങ്ങളും ആസൂത്രണങ്ങളും ചെയ്ത് അഭിനയ മികവിൻ്റെ പ്രതീകങ്ങളായ വ്യക്തിത്വങ്ങൾ അവരൊന്നുമല്ലാതെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് തകർന്നടിയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വലിയ പണക്കാർ, വലിയ താരപരിവേശമുള്ളവർ ഒക്കെ ഇങ്ങനെ തകരുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോഴും നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ? ചരിത്രത്തെ ഉജ്ജ്വലമായി പ്രകാശിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, അദ്ദേഹത്തിനെതിരിൽ എന്തെല്ലാം വിമർശനങ്ങൾ, പ്രതിരോധങ്ങൾ, പ്രതിഷേധങ്ങൾ, ആക്രമണങ്ങൾ ഈ ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇത് വളരെ ഗൗരവതരമായ ഒരു ചിന്താ വിഷയമാണ്. അദ്ദേഹം റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ സത്യപ്രബോധനം ആരംഭിക്കുന്നതിന് മുൻപ് അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ആ സമൂഹത്തിൽ അൽ അമീനായിരുന്നു. അവരുടെ പ്രശ്നങ്ങളുടെ പരിഹർത്താവായിരുന്നു. ആ നാട്ടിലെ ഏറ്റവും സുന്ദരനും സുശീലനുമായ വ്യക്തി, ഓരോ പിതാവും തൻ്റെ പെൺകുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന വ്യക്തിത്വം, ആ സാമൂഹിക ഘടനയുടെ ഒരു തിന്മകളും ഏൽക്കാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹം 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ നിന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമയിലൂടെ അള്ളാഹു നൽകിയ സന്ദേശം സമൂഹത്തോട് സംസാരിക്കുക വഴി എന്താണ് സംഭവിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ 1-ാമത്തെ പ്രഭാഷണത്തിന് തന്നെ പ്രതിഷേധത്തിന്റെ മേമ്പടി കൊടുത്ത് അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ പിതൃവ്യനായിരുന്നു. അവിടെ മുതൽക്ക് ആരംഭിക്കുകയാണ്. ശാരീരികമായ ആക്രമണങ്ങൾ ഉണ്ടായി, വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് ഒരുപാട് ഗോത്രങ്ങളിലെ ഓരോ പ്രതിനിധികളെ ചേർത്ത് മുഴുവൻ ഗോത്രങ്ങൾക്കും കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം വരുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. ഉഹദ് രണഭൂമിയിൽ അദ്ദേഹത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി വാരിക്കുഴിയൊരുക്കി. ഈ ശാരീരിക പീഡനങ്ങളെക്കാൾ സ്ട്രോങ് ആയിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള മാനസിക പീഡനങ്ങൾ. ഒരു ജനത മുഴുവൻ, തന്നെ ആദരിച്ച ഒരു ജനത മുഴുവൻ അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് ഒറ്റ ശബ്ദത്തിൽ വിളിച്ചു. തീർന്നില്ല. ഈ വിശ്വാസ പ്രഖ്യാപനവുമായി യാത്ര ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 മക്കളെ ത്വലാഖ് ചൊല്ലി വീട്ടിലാക്കി, ബന്ധവിച്ഛേദം നടത്തി അവരുടെ ഭർത്താക്കന്മാർ വീട്ടിലാക്കി. ഗർഭിണിയായിരുന്ന മകളെ ഒട്ടകപ്പുറത്തു നിന്ന് വലിച്ചിട്ട് അവരുടെ ഗർഭം അലസിപ്പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാനസികമായി ദ്രോഹിക്കുന്ന എന്തെല്ലാം രംഗങ്ങൾക്ക് സാക്ഷിയായി, തന്നെ വിശ്വസിച്ചതിന്റെ പേരിൽ മാത്രം തൻ്റെ അനുയായികളുടെ ശിരസറുത്ത് ഒരു കോഴിയെ അറുക്കുന്നതിലേറെ ലാഘവത്തിൽ തകർത്തെറിയുന്നതിൻ്റെ രംഗങ്ങൾ അദ്ദേഹത്തിന് കാണേണ്ടി വന്നു. ആർത്ത് കരയുന്ന അനുയായികളുടെ രോദനങ്ങൾക്ക് മുന്നിൽ മൗനിയായി നിൽക്കാനല്ലാതെ ആയുധത്തിൻ്റെയോ ആൾബലത്തിൻ്റെയോ പിൻബലമില്ലാത്ത പ്രവാചകൻ അവർക്ക് മരണാനന്തര ജീവിതത്തിലെ രക്ഷയുടെയും സന്തോഷത്തിൻ്റെയും സുവിശേഷങ്ങൾ പകർന്നുകൊടുത്ത് നിറക്കണ്ണുകളോടുകൂടെ അവിടെ നിന്ന് മാറിപ്പോകേണ്ടി വന്നു. അതുകൊണ്ടൊന്നും തീർന്നില്ല. പലായനത്തിലേക്ക്, ഹിജറയിലേക്ക് നയിക്കപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരിൽ അവര് മറ്റൊരു വ്യക്തിയുടെ കൂടെ അവിശുദ്ധമായ രീതിയിൽ കാര്യങ്ങളിൽ ഇടപെട്ടു എന്ന ഒരു മാസക്കാലം നീണ്ടുനിന്ന കുപ്രചാരണങ്ങളും കൊടുങ്കാറ്റുകളും ഉണ്ടായി. എല്ലാം എന്തിൻ്റെ പേരിലാണ്? ആരാധനക്കർഹൻ ഏകൻ മാത്രമാണെന്നും ആ ഏകനാൽ അയക്കപ്പെട്ട പ്രവാചകനാണ് ഞാനെന്നും അദ്ദേഹം സംസാരിച്ചതിൻ്റെ പേരിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിലുള്ള ആക്രമണങ്ങളുടെ, മാനസികാക്രമണങ്ങളുടെ, ശാരീരികാക്രമണങ്ങളുടെ തീരാത്ത പരമ്പരകൾ ചരിത്രത്തിലുടനീളം നമ്മൾ കാണുകയാണ്. പക്ഷേ ആ പ്രവാചകന്റെ വ്യക്തിത്വത്തിനോ, ആ പ്രവാചകന്റെ പ്രസിദ്ധിക്കോ, ആ പ്രവാചകന്റെ സന്ദേശത്തിന്റെ പ്രചാരണത്തിനോ ഒരു തടസ്സവും കൂടാതെ ഇന്നും നിലനിൽക്കുകയാണ്. ഇന്നും നോക്കൂ നിങ്ങൾ, ലോകത്ത് 22,000 മീഡിയകൾ, സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഓരോരുത്തരും അവർക്ക് തോന്നിയ രീതിയിൽ പ്രവാചക ജീവചരിത്രത്തെ അടർത്തിയെടുത്തും പകുതി മുറിച്ചും വചനങ്ങളെ മറച്ചുവെച്ചുമൊക്കെ
ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു ലോകത്ത്? പ്രതിമകളും പ്രതിബിംബങ്ങളും ഓർമ്മ ഗോപുരങ്ങളും ഇല്ലാതെ, റോഡിനും നാടിനും പേര് വിളിക്കാതെ, ജന്മദിനങ്ങൾ ആഘോഷിക്കപ്പെടാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യ ഹൃദയങ്ങളിൽ നിലനിൽക്കുകയാണ്. സോഷ്യൽ നെറ്റ്വർക്കുകളിൽ കയറിയിട്ട് ഗൂഗിളിൽ പോയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തെടുത്തിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നത് ആ ഒരു മെസ്സേജ് വായിച്ച് ഒന്നോ രണ്ടോ ആളുകൾ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ അവർ ആം ആൻ എക്സ് മുസ്ലിം, ഞാൻ ഇന്നലെ വരെ മുസ്ലിം ആയിരുന്നു എന്ന് ടെക്സ്റ്റ് ഇടുമ്പോൾ ആവേശം കൊള്ളുന്ന ചിലരുണ്ട്. അവരറിയുന്നില്ല ഇവരുടെ ഈ നെഗറ്റീവ് ക്യാമ്പയിനുകൾക്കിടയിൽ ആ പ്രവാചകനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി വിശ്വാസത്തിന്റെ വെളിച്ചം സ്വീകരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ വേറെയുണ്ട് എന്ന്. ഞാനിത് വെറുതെ പറയുന്നതല്ല, വളരെ കൃത്യമായ സ്റ്റാറ്റിക്സ് ഈ വിഷയത്തിൽ നമുക്ക് കിട്ടും. UK-യിലെ US-ലെ സ്വതന്ത്ര ചിന്തയുടെ പേരിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന നാടുകളിൽ ഇസ്ലാം എന്ന സത്യം അത് ജനങ്ങൾ വാരിപ്പുണർന്നുകൊണ്ടിരിക്കുകയാണ്. Islam is the fastest growing religion in the UK. New analysis of census figures even suggests that it could become the country's dominant religion. That's in a country where Islam remains the fastest growing religion. So how do Muslims... This religion is expanding at a fast pace. There are still no exact statistics as to how many Muslims are there in the United States. Some statistics say... According to a report by Faith Matters, the UK is seeing a surge in Brits converting to Islam. Islam has actually been attracting more and more Americans every day. RT's Priya Sridhar went to a mosque just outside of Washington, D.C. and found out why so many Americans have converted to their religion. Islam will grow faster than any other major religion if current trends continue by 2050. And Muslims are the only major religious group expected to grow faster than the global population as a whole. സ്വതന്ത്ര ചിന്തയുടെ പേരിൽ ആഘോഷവുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചുറ്റിത്തിരിയുന്നവരോട് ഞങ്ങൾ പറയാണ്, നിങ്ങൾ ആഘോഷിക്കണം, നിങ്ങൾ വിമർശിക്കണം. നിങ്ങളുടെ ആഘോഷങ്ങളെയും വിമർശനങ്ങളെയും വാൾത്തലപ്പ് കൊണ്ടും ആയുധം കൊണ്ടും ഞങ്ങൾ നേരിടില്ല. നിങ്ങളുടെ വിമർശനങ്ങൾക്കുള്ള മറുപടികൾ നിങ്ങൾ തന്നെ പടച്ചുണ്ടാക്കിയ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് എഴുതുന്ന ചെറിയ കുട്ടികളെ അടക്കം എടുത്തു പുറത്തേക്കിടുന്ന രീതികളല്ല ഞങ്ങളുടേത്. നിങ്ങളുടെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകുകയാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ ഡയലോഗ് എന്ന സവിശേഷ പരിപാടികളിലൂടെ, കൃത്യമായ ഡ്യൂറേഷനുകളിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഡയലോഗ് പ്രോഗ്രാമുകളിലൂടെ ഇസ്ലാം വിമർശകരായ എല്ലാത്തരം ആളുകൾക്കും, മതത്തിന്റെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൊണ്ട് ഇസ്ലാം വിമർശനം നടത്തുന്നവർക്കും, അതുപോലെ വർഗീയ വെറിയുടെയും വംശീയ മാനസികാവസ്ഥയുടെയും അടിസ്ഥാനത്തിൽ വിമർശനം നടത്തുന്നവർക്കുമൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് ഉത്തരം പറയുകയാണ് ഞങ്ങളുടെ പാരമ്പര്യം അതാണ്. ചരിത്രത്തിൽ ഉടനീളം പുഞ്ചിരിച്ചുകൊണ്ടാണ് ഉത്തരം പറഞ്ഞത്. അവിവേകികളായ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഇസ്ലാം വിമർശനങ്ങൾക്കു നേരെ നടത്തിയ കയ്യേറ്റങ്ങളെയോ സായുധാക്രമണങ്ങളെയോ ഒക്കെ എടുത്തു ധരിച്ച് അത് മൊത്തം കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ പേരിൽ വെച്ച് കെട്ടുന്നവർ തീർച്ചയായും നിങ്ങളുടെ വിമർശനങ്ങൾക്കുള്ള ഇത്തരം ഉത്തരങ്ങളുടെ നല്ല നേരങ്ങളെ കാണണം. കേവലം സംഭവങ്ങൾ കൊണ്ട് തകർന്നടിയുന്ന വ്യക്തിത്വങ്ങൾക്ക് മുന്നിൽ ലോകത്തെ ആയിരക്കണക്കിന് മിനാരങ്ങളിൽ നിന്ന് പ്രവാചകന്റെ പേരുകൾ ഉയർന്നു കേൾക്കുന്ന, ലോകത്തെ ഓരോ നിമിഷങ്ങളിലും ആ പ്രവാചകൻ ഓർക്കപ്പെടുന്ന, ലോകത്തെ ഓരോ വർഷങ്ങളിലും ആ പ്രവാചകന്റെ സത്യസന്ദേശം സമൂഹത്തിൽ ഉയർന്ന രീതിയിൽ തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. UK-യിലെ ഇസ്ലാം സ്വീകരണത്തിന്റെ റേഷ്യോ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതിൽ നിന്ന് 1 മില്യൺ മുസ്ലിങ്ങൾ വർദ്ധിച്ചു എന്നതിൻ്റെ കണക്കുകൾ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. US-ലെ നമുക്ക് ചുറ്റുമുള്ള സാമൂഹിക ഘടനയിലെ വ്യത്യസ്ത രാഷ്ട്രങ്ങളിലെ പ്രദേശങ്ങളിലെ ഈ ഇസ്ലാം സ്വീകരണങ്ങൾ മുഴുവൻ കാണിക്കുന്നത് നിങ്ങളുടെ വിമർശനങ്ങൾ കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. മതത്തെ പഠിക്കാത്തവരോ പാതി മാത്രം പഠിച്ചവരോ മതത്തിന്റെ പേരിൽ ആത്മീയ ചൂഷണങ്ങൾക്ക് വിധേയരായവരോ ആയ ചില വ്യക്തികൾ, പാതി പഠിച്ച വ്യക്തികൾ, നിങ്ങളുടെ മതത്തിന്റെ അടിസ്ഥാനങ്ങൾ അറിയണമെങ്കിൽ ആവശ്യമായ അറബി ഭാഷയുടെ പശ്ചാത്തലങ്ങളില്ലാത്ത നിങ്ങൾ നടത്തുന്ന തിരിമറികളും വെട്ടിപ്പും തട്ടിപ്പുമാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ചതെങ്കിൽ അവർക്ക് ആ തെറ്റിദ്ധാരണകൾ തീർക്കാൻ തീർച്ചയായും സാധിക്കും. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ ഇതാ നിങ്ങൾക്ക് മുന്നിൽ തിരൂരിൽ നടക്കുന്ന വിസ്ഡം ഡയലോഗ് എന്ന പ്രോഗ്രാം വഴി ഇത്തരം ഒരു പൊളിച്ചെഴുത്തിന്റെ പുതിയൊരു യാത്രക്ക് ഒരുങ്ങുകയാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷന്റെ മേൽനോട്ടത്തിൽ വിസ്ഡം കൂട്ടായ്മകൾ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം തിരൂരിലെ വാഗൺ ട്രാജഡി ഹാളിൽ ഈ സെപ്റ്റംബർ 22 വൈകുന്നേരം
4 മണി മുതൽ രാത്രി 9:30 വരെ നടക്കുമ്പോൾ നിങ്ങളുടെ സജീവ സാന്നിധ്യം ക്ഷണിക്കുകയാണ്. സ്ത്രീകൾക്കടക്കമുള്ള ആളുകൾക്ക് മുഴുവൻ സൗകര്യമൊരുക്കിയിരിക്കുകയാണ്. ഇനി ഒരിക്കലും കാണാനും ഒരിക്കലും നേരിട്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിങ്ങൾക്കെങ്കിലും വിസ്റ്റം യൂത്ത് പേജിലും വിസ്റ്റം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ലൈവായി കേൾക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പൂർണ്ണമായി കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണേ എന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഡയലോഗ് 1.0 2019 സെപ്റ്റംബർ 22 തിരൂർ ടൗൺ ഹാൾ. Peace Radio. Tune to reality.